എറണാകുളത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കോതമംഗലം തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൽ ചെറിയ ഇടവേളയ്ക്ക് ശേഷം ബോട്ടിംഗ് പുനരാരംഭിച്ചു. കാനന ഭംഗി ആസ്വദിച്ച് ബോട്ട് സവാരി നടത്താനായി നിരവധി പേരാണ് തട്ടേക്കാടെത്തുന്നത്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം. വനം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ബോട്ട് സവാരിയാണ് ഇവിടത്തെ മുഖ്യ ആകർഷണം. സാങ്കേതിക കാരണങ്ങളാൽ നിർത്തിവച്ചിരുന്ന ബോട്ട് യാത്ര വീണ്ടും തുടങ്ങിയതോടെ വിദേശികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾ തട്ടേക്കാട്ടേക്ക് എത്തുന്നുണ്ട്. കാടിനെയും കാട്ടാറിനെയും തൊട്ടറിഞ്ഞ് വിവിധയിനം പക്ഷിമൃഗാദികളെയും കണ്ട് പെരിയാറ്റിലൂടെ നടത്തുന്ന ബോട്ട് യാത്ര സഞ്ചാരികളുടെ മനം കവരുകയാണ്. രണ്ട് ദിശകളിലേക്കായി 2 ബോട്ടുകളാണ് സർവീസ് നടത്തുന്നതെന്ന് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ CT ഔസേഫ് പറഞ്ഞു. 2 ബോട്ടുകളാണുള്ളത്. 20 കപ്പാസിറ്റിയിലും അതുപോലെ തന്നെ 6 കപ്പാസിറ്റിയിലും ഉള്ള 2 ബോട്ടുകൾ നമ്മൾ ട്രിപ്പ് ചെയ്യുന്നുണ്ട്. അത് രാവിലെ 7 മണി മുതൽ 5 മണി വരെയാണ് അതിൻ്റെ സഞ്ചാര സമയം എന്ന് പറയുന്നത്. പെരിയാറിൻ്റെ വിശാലമായ ഈ ജലാശയം നമ്മൾ കണ്ട് ആസ്വദിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി ഈ ബോട്ടിംഗ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 2 സ്ഥലത്തേക്ക് നമ്മൾ ബോട്ടിംഗ് ചെയ്യാറുണ്ട്. ഒന്ന് നമ്മുടെ കാനന ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടി നേരിമംഗലം സൈഡിലേക്കും മറ്റ് ബൂത്താൻകെട്ട് ബാരേജ് ഡാം കാണുന്ന താഴേക്ക് നമ്മൾ ചെയ്യാറുണ്ട്. ഒരാൾക്ക് മണിക്കൂറിന് 150 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. വനത്തിനുള്ളിൽ രാത്രിയുടെ സൗന്ദര്യം ആസ്വദിച്ച് താമസിക്കാൻ ആധുനിക സൗകര്യങ്ങളോടെയുള്ള വാച്ച് ടവറും ട്രീ ഹൗസും വനം വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ പക്ഷി നിരീക്ഷണം നടത്താനുള്ള സൗകര്യം വിദേശികൾ ഉൾപ്പെടെയുള്ള സഞ്ചാരികൾ പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.